അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. എന്താണ്? എക്സ് മൈനസ് 1 ഇസ് എ ഫാക്ടർ ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ്. എക്സ് മൈനസ് 1 ഫാക്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് 1 ഈക്വൽ ടു 1. അതായത് എക്സിന്റെ വാല്യൂ ഓൾറെഡി എന്താണ്? എക്സിന്റെ വാല്യൂ 1 ആണ് അല്ലേ. ഹലോ ഓൾ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് അശ്വതി. നമ്മൾ ഓൾറെഡി 2 വീഡിയോസ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പോയിരുന്നു. നമ്മുടെ SSLCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കേ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് അല്ലേ. കോമൺ ഡിഫറൻസ് എന്താ നമ്മൾ പറഞ്ഞത്? എത്ര വെച്ചിട്ടാണ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആയി പോകുന്നത് അല്ലേ. ഇൻക്രീസിങ് ആണ് അല്ലേ. 3, 7, 11. അപ്പോൾ എത്ര വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്? ഒന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 3ൽ നിന്ന് എത്ര കൂടുമ്പോഴാണ് 7 വരുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ലാസ്റ്റ് ഉള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ളത് സബ്ട്രാക്ട് ചെയ്യുക അല്ലേ. 7ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ 11ൽ നിന്നും 7 സബ്ട്രാക്ട് ചെയ്യാം. എങ്ങനെ വന്നാലും നമുക്ക് എന്താ വരിക? സെയിം ആൻസർ ആണ് വരിക അല്ലേ. 4 ആണ്. അപ്പോൾ 4 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്താണ്? 4 ആണ്. നെക്സ്റ്റ് വൺ, ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് സർക്കംസ്ക്രൈബ് ചെയ്തിട്ടൊരു ഫിഗർ ഉണ്ടല്ലേ. എന്താണത്? എന്താ പ്രത്യേകത ഇങ്ങനത്തെ ഫിഗറിൻ്റെ? നമ്മുടെ ഒരു ഫിഗർ ഇൻസേർട്ട് ചെയ്തു അല്ലേ. 4 സൈഡഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ വെർട്ടെക്സും നമ്മുടെ സർക്കിളിൻ്റെ ബൗണ്ടറിയിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ പറയാം അല്ലേ. എന്താണ് അത്? നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. എല്ലാ വെർട്ടെക്സും ആ ബൗണ്ടറിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ഇവിടെ ഒന്ന് ഉറപ്പ് വരുത്തണം. ഇവിടെ എല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രത്യേകത? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 180 ഡിഗ്രിയാണ് വരിക അല്ലേ. ഇവിടെ ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരണം? 180 ഡിഗ്രി വരണം അല്ലേ. ആംഗിൾ എ നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് ആംഗിൾ സി എത്രയാണ്? 110 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. ഒന്നെങ്കിൽ ആലോചിക്കുക, 110ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോൾ 180 ആകും, ഇല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. 180 ഡിഗ്രിയിൽ നിന്നും 110 ഡിഗ്രി സബ്ട്രാക്ട് ചെയ്ത് നോക്കുക, എത്ര വരും? എങ്ങനെ നമ്മൾ നോക്കിയാലും ആൻസർ എന്തായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. കിട്ടിയില്ലേ? ചെറിയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അടുത്തത് പ്രോബബിലിറ്റി ആണ്. വേഗം ഒന്ന് നോക്കിക്കേ. എ ബോക്സ് കണ്ടെയ്ൻസ് 7 വൈറ്റ് ബോൾസ് ആൻഡ് 3 ബ്ലാക്ക് ബോൾസ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? 7 വൈറ്റ് ബോൾസ് ഉണ്ട്, അതുപോലെ തന്നെ 3 ബ്ലാക്ക് ബോൾസും ഉണ്ട് അല്ലേ. എന്ത് ചെയ്യാണ്? ഇഫ് എ ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്, നമുക്കറിയില്ല ഏതാണ് ഉള്ളതെന്ന്. ആ ബോക്സിനകത്ത് നമ്മൾ വെറുതെ കൈയിട്ട് ഒരു ബോൾ എടുക്കുകയാണ് അല്ലേ. എന്ത് കിട്ടാൻ നമുക്ക്? വൈറ്റ് ആകാം, ഇല്ലെങ്കിൽ ബ്ലാക്ക് വരാം. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് ബ്ലാക്ക്. ബ്ലാക്ക് വരാനുള്ള പ്രോബബിലിറ്റി ആണല്ലേ. ബ്ലാക്ക് വരാനുള്ള, നമുക്ക് ബ്ലാക്ക് എത്രയാണ് ഉള്ളത്? 3 ആണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് കിട്ടുന്നത് നമ്മൾ മുകളിൽ എഴുതുക, ടോട്ടൽ താഴെ എഴുതുക അല്ലേ. 3 ബ്ലാക്ക് ബോൾ ആണ്, താഴെ എത്രയാണ്? എത്ര ബോൾ ഉണ്ടെന്ന് എഴുതുക. എത്ര ബോളാണ് ഉള്ളത്? നമുക്ക് 7 വൈറ്റ് ബോൾസ് പ്ലസ് 3 ബ്ലാക്ക് ബോൾസ് അല്ലേ. അപ്പോൾ ടോട്ടൽ 10 ബോൾസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി എന്താണ്? 3/10. വൈറ്റ് ആയിരുന്നെങ്കിലോ 7/10 വന്നേനെ. എളുപ്പമല്ലേ? ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് 0, 0 ആൻഡ് 4, 0. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ആക്സസ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മിഡിൽ പോയിന്റ് ആണ് അല്ലേ, എക്സും വൈയും കൂടെ ജോയിൻ ചെയ്യുന്ന മിഡിൽ പോയിന്റ് ആണ് നമ്മുടെ 0, 0 എന്ന് പറയുന്നത്. 4, 0 എന്ന് പറയുന്നതോ ഇവിടെ 1, 2, 3, 4 ഇവിടെ വരും അല്ലേ. 4, 0 എത്ര ഇവിടെ നമ്മളുടെ ഡിസ്റ്റൻസ്? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 1, 2, 3, 4 ആണോ? 4 ആണ് നമുക്ക് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ എന്ത് എഴുതിയാൽ മതി? 4 യൂണിറ്റ്. നമുക്ക് സെന്റിമീറ്ററോ മീറ്ററോ ഒന്നും ഇല്ല, അതുകൊണ്ട് 4 യൂണിറ്റ് എന്ന് എഴുതുക. ഓക്കെ, 4 യൂണിറ്റ്സ് ആണ് ഇതിൻ്റെ ആൻസർ.
നെക്സ്റ്റ് വൺ, വേഗം പറഞ്ഞ്, ചെയ്ത് നോക്കേണ്ട ഒരാവശ്യമില്ല നമുക്കിവിടെ, ഡയറക്റ്റ് ആൻസർ ആണ് കേട്ടോ. എന്താണ്? എക്സ് മൈനസ് 1 ഇസ് എ ഫാക്ടർ ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ട്, അതിൻ്റെ ഒരു ഫാക്ടർ ആണ് എക്സ് മൈനസ് 1 എന്നാ പറയുന്നത് അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എക്സ് മൈനസ് 1 ഫാക്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് 1 ഈക്വൽ ടു 1. അതായത് എക്സിൻ്റെ വാല്യൂ ഓൾറെഡി എന്താണ്? എക്സിൻ്റെ വാല്യൂ 1 ആണ് അല്ലേ? എക്സിൻ്റെ വാല്യൂ നമുക്ക് ഒരു വാല്യൂ അവിടെ കിട്ടുക മീൻസ് ആ വാല്യൂ നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പോൾ പി ഓഫ് 1 എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ ആണ് ഓൾറെഡി കിട്ടിയിരിക്കുന്നത് അല്ലേ? അതാണ് ഇവിടെ നമുക്ക് 1 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ആ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് പോളിനോമിയലിൻ്റെ ആൻസർ വരിക? 0 ആയിരിക്കും വരിക കേട്ടോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ആ വാല്യൂ തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എന്താണ്? നമുക്ക് 0 ആയിരിക്കും ആൻസർ. ഓക്കെ, മറന്നു പോകരുത്, എക്സിൻ്റെ വാല്യൂ 1 ആണ് അല്ലേ? നമ്മൾ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്നുള്ളതിൽ നിന്ന് എക്സ് മൈനസ് 1 ഫാക്ടർ ആണ്, അതുകൊണ്ട് ഈക്വൽ ടു 0 ഇട്ടു, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആണ് മീൻസ് നമുക്ക് ആ 1 കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? സൊല്യൂഷൻ 0 ആയിരിക്കും വരിക കേട്ടോ, മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ, എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടോ? 30യുടെയും 60യുടെയും 90യുടെയും 45ൻ്റെയൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് ഫിഗർ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഇത് 1 ആണ്, 2 ആണ്, √3 ആണ്, 90, 60, 30. tan 30 ഡിഗ്രി അല്ലേ? tan എക്സ് ആണ് പറയുന്നത്. എക്സ് 30 ഡിഗ്രി വരുമ്പോൾ എന്താ വരിക? 30 ഇതാ ഇവിടെയാണല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, 1/√3. എല്ലാവർക്കും കിട്ടിയോ? പഠിച്ചു വെക്കണം കേട്ടോ ഇതൊക്കെ. നമുക്ക് കൂടുതൽ സ്റ്റെപ്പൊന്നും ഇല്ലാതെ ഒറ്റയടിക്ക് ആൻസർ പറയാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗം ഒന്ന് നോക്കിക്കേ. The equation of a line is 2x plus y equal to 5. ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്, 2x plus y is equal to 5. If the x coordinate of a point on this line is 2. അപ്പോൾ എന്താണ്? എക്സിൻ്റെ വാല്യൂ 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എക്സ് 2 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ, വൈ കോർഡിനേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എക്സ് ഇവിടെ 2 ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് നമുക്ക് എന്ത് കിട്ടും? അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്? എക്സിന് പകരം നമുക്ക് 2 ഇട്ട് കൊടുക്കാം. 2 × 2 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5. നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്തിട്ടേ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. 4 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5. വേഗം പറഞ്ഞേ, 4ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 വരിക? എന്താ വരിക? 1 ആണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? y is equal to 5 minus 4 is equal to 1 ആണ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? മാത്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണോ? നമ്മൾ പഠിക്കാറുണ്ട്, പക്ഷേ നമുക്ക് എന്തുണ്ടാവാറില്ല? മാർക്ക് ഉണ്ടാവാറില്ല അല്ലേ? നമ്മൾ പേപ്പർ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റെപ്പ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വെക്കേഷൻ ടൈമിന് നമ്മുടെ മാത്സിൻ്റെ ബേസ് ഒന്ന് കറക്റ്റ് ആക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ CC+ 30 days ഫൗണ്ടേഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 1-നാണ് നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്യുക. താങ്ക്